ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ പുട്ട് കൊണ്ടൊരു വെറൈറ്റി ഐറ്റം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഈ ഐറ്റം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു പാൻ എടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ട് കടുക് ഉഴുന്ന് വെച്ചേ. ഇഞ്ചി മൂക്കണം കേട്ടോ. ആ ഒരു പച്ചപ്പക്കം മാറി ഇഞ്ചി ഒന്ന് മൂത്ത് വരണം. 2 സെക്കൻഡ് മൂപ്പിക്കണം കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവാള പച്ചമുളക് കൊടുക്കുകയാണെങ്കിൽ പച്ചമുളക് നോക്കിയിട്ടിടണം കേട്ടോ. എരിവ് നോക്കിയിട്ടിടണേ. നമ്മുടെ പുട്ടിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് പുട്ട്. അപ്പോൾ എന്നാലും ഇതിലേക്ക് കൊണ്ടിട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഇത്ര വാടിയാൽ മതി. ഒരുപാടൊന്ന് വാട്ടി കുഴച്ചെടുക്കണം കേട്ടോ. സവാള ഒന്ന് കടിക്കാൻ കിട്ടണം. ഇതിലേക്ക് ഞാനിപ്പോൾ ഇടുന്നതെന്ന് വെച്ചാൽ സെൻറ്റർ പോർഷൻ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് എത്ര മുട്ട വേണമെന്നെങ്കിലും ഇടാൻ കേട്ടോ. ഞാനിപ്പോൾ ഞങ്ങൾ 3 പേരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഞാനൊരു 3 മുട്ട ഇടുന്നുണ്ട് കേട്ടോ. ചിലപ്പം മാവും കൂടെ എടുത്ത് പുട്ട് കുറച്ചും കൂടെ വെച്ചുണ്ടാക്കി. ഇതിലേക്ക് ഒരൽപ്പം ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂൺ കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് ഇതിനൊന്ന് ചിക്കൻ മസാല ഇല്ലെങ്കിൽ നിങ്ങൾ ഗരം മസാല ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ചിക്കൻ മസാല ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ചിക്കൻ മസാല ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ ആ ഒരു പച്ചപ്പങ്ങ് മാറണം. ഒരു 2 സെക്കൻഡ് ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഫ്ലെയിം കുറച്ചിട്ടൊന്നുമില്ല. ഈ സവാളയെ അങ്ങ് ഉടഞ്ഞങ്ങ് ചേരണ്ട കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത്. സവാള ഒന്നങ്ങ് ആ ഒരു പച്ചപ്പങ്ങ് മാറിയാൽ മതി. ആ സവാളയുടെ ആ ഒരു പച്ചപ്പങ്ങ് മാറി സവാള ഈ ഒന്ന് കടിക്കാൻ കിട്ടണം. അതാണ് ഒരു ടേസ്റ്റ് ഉള്ളത്. ഉപ്പ് കുറവാണേ. പൊടിച്ചിട്ട് ഇതിലേക്ക് തന്നെ കൊടുക്കാം. നല്ല സോഫ്റ്റ് പുട്ടാണ് കേട്ടോ. പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കിയ പുട്ടാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഈ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇതുകൊണ്ട് സ്പൂണിൻ്റെ ബാക്ക് ഇതുകൊണ്ട് ഒന്ന് അടച്ചു കൊടുക്കുമ്പോൾ അതങ്ങ് പൊടിഞ്ഞ് വന്നോളും കേട്ടോ. ഇപ്പം മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ നല്ല ഐറ്റമാണ്. പുട്ട് ഉണ്ടാക്കിയ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ക്യാരറ്റ് ഇട്ടാണ് പുട്ടുണ്ടാക്കിയത് കേട്ടോ. തേങ്ങ ഇട്ടിട്ടല്ല ഉണ്ടാക്കിയത്. അടിപൊളി ടേസ്റ്റും നല്ല നന്ദി. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.